ഷൈനി മധുസൂദനൻ, അതേപോലെ തന്നെ നമ്മുടെ VK ബൈജു എന്തുകൊണ്ട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കാണുന്നില്ല? പറഞ്ഞുതരാം. നമ്മുടെ VK ബൈജു എന്ന് പറയുന്ന മനുഷ്യന് നല്ല കിടിലം പണി കിട്ടിയിട്ടുണ്ട്, നല്ല മണ്ടക്ക് മേട്ടം കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മേലാൽ ഇമ്മാതിരി ഊളത്തരം പറയില്ല എന്ന് തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിലമ്പൂരിൽ നിന്നും അദ്ദേഹം ഏതോ കാട്ടിലേക്ക് ഒളിച്ചുപോയ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസങ്ങളും പറയാറുണ്ടായിരുന്നല്ലോ അല്ലെ. അയാൾ ഇപ്പോഴും ആ സേഫ്റ്റി ടാങ്കിൽ തന്നെയാണ്, പുറത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ കിടന്ന് അതെല്ലാം അങ്ങനെ നുണഞ്ഞ് ജീവിക്കുക. പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങളുടെ നേരെ നെഞ്ചത്തോട്ട് കയറുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിപ്പിടിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആദ്യം വേണ്ടത് കുറച്ച് റീച്ചാണ്. എന്തിനാണ് റീച്ച് എന്നറിയോ? ഇവരുടെ വർഗീയത പറയുന്നത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഇവർ ചെറിയ രീതിയിലെ വർഗീയത പറയാറുള്ളൂ, ചെറുതായി പറഞ്ഞ് ആളുകളെ കൂട്ടി പിന്നെ വലുത് പറയും. പക്ഷെ VK ബൈജുവിന്റെ സ്ട്രാറ്റജി അതായിരുന്നില്ല. വലുത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതോട് കൂടിയിട്ട് മണ്ടക്ക് നല്ല മേട്ടം അങ്ങ് കിട്ടി. ഇപ്പോ നിങ്ങൾ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഒരു വീഡിയോയിൽ പോലും ഞമ്മന്റെ എന്നുള്ള പ്രയോഗമൊക്കെ അവസാനിച്ചു. ജിഹാദി എന്ന് പറഞ്ഞ സാധനത്തിന്റെ എണ്ണം കുറഞ്ഞ വീഡിയോസിൽ ഞാൻ നോക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് VK ബൈജു ഇപ്പൊ ഇമാതിരി ഊളത്തരം പറയാത്തത് എന്നുള്ളത്. ഞാൻ അവിടെ ഒരു സുഹൃത്തുണ്ട്, അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് നല്ല ഭീഷണി ആൾക്ക് വന്നു. അതായത് ഇനി ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ നോക്കിയ മോനെ നല്ല പണി കിട്ടും എന്നുള്ളതാണ്. പേടിച്ച് ട്രൗസറിൽ മൂത്രമൊഴിച്ചു എന്ന് പറയുന്നത്. ആള് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ടാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് വല്ലപ്പോഴും ഒക്കെയാണ്. അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആള് ആ നാട്ടിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെ ഒരു അസുരവത്തിന് ജന്മം നൽകിയതാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ വിഷമമായിട്ടുള്ളത്. എൻ്റെ ഭർത്താവ് ഒരു സഖാവായിരുന്നു, അത്യാവശ്യം നല്ല ജനങ്ങളെ പിന്തുണയുള്ള ഒരു മനുഷ്യനായിരുന്നു, നന്മയ്ക്ക് വേണ്ടി നിന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ച് പിറ്റേ ദിവസം തന്നെ, അച്ഛൻ ചത്താ മതി കട്ടിലൊഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ പിറ്റേ ദിവസം തന്നെ ആ കാവിക്കോണകം അങ്ങ് പിടിച്ചു അതിൽ കൂടെ അങ്ങ് കയറിപ്പോയി എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള മതവിദ്വേഷം പറയാത്തൊരു മകനായിരുന്നു എൻ്റെ മകൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ മനസ്സിനകത്ത് കിടന്നിരുന്ന ചാണകം പൊടി തട്ടി അങ്ങ് ചാണകപ്പുഴു ഇങ്ങനെ ഉണർന്ന് പുറത്തേക്ക് പ്രവർത്തിച്ചതാ. ഇപ്പൊ അതാണ് അവസ്ഥ. ആള് നാട്ടിൽ നിന്ന് മാറിയിട്ട് എന്തൊക്കെയോ ഊളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ പഴയ പോലെ തെറി വിളിക്കാൻ ആളും പോക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആള് ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചു. ഇപ്പൊ പൊതുവിവരങ്ങൾ വലിയ സംഭവങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാണാനോ ആളില്ല. അദ്ദേഹത്തിന് പണ്ടുണ്ടായിരുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ തെറി വിളിക്കാൻ വന്നിരുന്ന വ്യൂ ആയിരുന്നു എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ നിരന്തരം വീഡിയോ ചെയ്ത് അയാളുടെ ഒരു സ്വഭാവം പുറത്തേക്ക് എത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇനി VK ബൈജു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു ഘട്ടത്തിനോട് ഇനി സംസാരിക്കാനോ മറുപടി കൊടുക്കാനോ നിൽക്കണ്ട എന്ന് തോന്നി. എല്ലാവരും അവിടുന്ന് പൊടിയും തട്ടിപ്പോയി. എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെയുള്ള ആളുകളെ അവഗണിക്കുക, അതിന്റെ മുന്നേ എന്ത് ചെയ്യണമെന്നറിയോ? പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് ജനങ്ങൾ കൃത്യമായി ചെയ്തു. ഇവിടെയുള്ള മുസൽമാനാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഈ വർഗീയ വിഷത്തിനെ എല്ലാവരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി. അത് എല്ലാവരും മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ റോട്ടിൽ കിടക്കുന്ന ചാണകം പോലെ ആരും ചവിട്ടാതെ മാറിപ്പോകില്ലേ, ആ പരിപാടിയാണ്. ഇദ്ദേഹത്തിനെ കണ്ട മൈൻഡ് ചെയ്യില്ല, അങ്ങ് ഒഴിവാക്കി പോകും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഷൈനി മധുസൂദനൻ. തുടക്കത്തിൽ വലിയ വൃത്തികേടുകൾ പറഞ്ഞതാണ്. നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്താണ് കുറച്ച് വൃത്തികേടുകൾ പറഞ്ഞ് രംഗത്ത് വന്നത് വൈറലാവുന്നതും. പിന്നീട് അങ്ങണ്ട് ഊക്കലാ. ഇപ്പോ വീഡിയോ ഒന്നട് താഴ്ത്തി ഫേസ്ബുക്കിൽ ഇടുന്ന പല വീഡിയോസിനും അവർക്ക് വലിയ രീതിയിൽ ഫേസ്ബുക്ക് തന്നെ പണി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് എന്തായി, ഒന്നങ്ങോട്ട് സൗമ്യമായി. എന്നിരുന്നാൽ പോലും ഓരോ വൃത്തികേടുകൾ പറയും. ഇപ്പൊ കോൺഗ്രസിനെതിരെയൊക്കെ എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നു പോലും ഇല്ല കേട്ടോ. ഇത് അവസാനിച്ചു. അതേപോലെ തന്നെയാണ് ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു BJP-ക്കാരി. അവരും കുറെ ഊളത്തരങ്ങൾ പറഞ്ഞിരുന്നു. ആരും കാണാനും കേൾക്കാനും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാനിച്ചു. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു, വർഗീയതയ്ക്ക് ഒരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡിങ് ഒന്ന് ഇടയ്ക്കൊന്ന് സ്റ്റെക്ക് ആവും. ആ ഒരു സ്റ്റെക്കിംഗ് മന്താണിത്. ഈ ഒരു ജനുവരിയിൽ അതൊന്ന് സ്റ്റെക്ക് ആയിട്ടുണ്ട്. ഇനി അത് വീണ്ടും തുടങ്ങും. എപ്പോഴാന്ന് വെച്ചാൽ ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് തുടങ്ങും, പതുക്കെ പ്രശ്നങ്ങൾ തുടങ്ങും. ഇപ്പൊ മലപ്പുറത്തുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് കയ്യേറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടോയ്ലറ്റ് വേസ്റ്റുകൾ കുളത്തിലേക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ച നടക്കുന്നുണ്ട്. പല ആളുകളും അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി എന്നെ മെസ്സേജ് അയക്കാറുണ്ട്, പല ആളുകളും ഡീറ്റെയിൽസ് അയക്കാറുണ്ട്. ഞാൻ ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് അതിനെ കൂടി വീഡിയോ ചെയ്യാം. കാരണം നമ്മൾ തെളിവില്ലാതെ ഒരു സാധനം ചെയ്യാറില്ല അല്ലെ. അപ്പൊ VK ബൈജു അവസാനിപ്പിച്ചിരിക്കുന്നു. മോന്തക്ക് നല്ല കിട്ടൽ കിട്ടിയപ്പോൾ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചൊരു മൂലൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഷൈനി മധുസൂദനൻ അവർ യുകെയിലുള്ള നല്ല വീട്ടമ്മമാരും നല്ല ആളുകളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും പേര് നമ്മളോട് വിളിച്ചു വെക്കേണ്ടതായിട്ടില്ല. കുറച്ച് ഓവറായിട്ട് പറയുന്ന ആളുകളുണ്ട്. പിന്നെ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ടജീവി ഉണ്ടല്ലോ, വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ കുണ്ടി കൊടുപ്പും കൊതം കൊടുപ്പും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെയും നമ്മളാണ്ട് അവഗണിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തുണ്ടായി?
അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെയായി, അവർ പറയുന്ന വാക്കുകളും കേൾക്കാൻ ആളില്ലാതായി, അവരെ തെറി വിളിക്കാൻ പോകുന്ന ആളുകൾ പലരുണ്ട്. അവർക്കൊക്കെ നമ്മളെ വീഡിയോ നമ്മൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവർ പറയുന്നത് കേൾക്കാൻ ശരിക്കും പോകുന്നത് അവരെ തെറി വിളിക്കാൻ പോകുന്ന, അവരോട് താല്പര്യമില്ലാത്ത ആളുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ അങ്ങ് അവഗണിക്കുക. പരമാവധി അവരെ വലിച്ച് ഭിത്തിയിലൊട്ടിക്കണം. എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവണം. കേരളത്തിലേക്ക് നാളെ അവർ വരുമ്പോൾ ഇതാണ് റീന, കുറച്ച് ചാണകം വാരി മുഖത്തെറിയാം എന്നുള്ളൊരു ബോധം ആളുകളിലേക്ക് ഉണ്ടാക്കി വെക്കണം. നല്ലതാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ അത്തരം വീഡിയോസ് ചെയ്തിരുന്നത്. ഇപ്പൊ ആ അത്തരം വീഡിയോകൾ അവസാനിപ്പിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുവായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ ചാനൽ. ആ ഒരു ചാനലിൽ ഞാൻ എല്ലാ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട്, 2 മാസത്തിനിടയിലായിട്ട് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇവിടെയുള്ള കുറച്ച് ആളുകൾ, സംഘികളും കൃസംഘികളും മുസംഘികളും ചേർന്നുകൊണ്ട് വൃത്തികേടുകൾ പറയുമ്പോൾ അതിനെതിരെ സംസാരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എൻ്റെ തോളത്ത് കയറ്റി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ മതം ജാതി ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും ഉണ്ട്. അത്രയും ആളുകളെ ചേർത്ത് പിടിക്കണമെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ടും ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചേ നോക്കൂ. അതുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും, ഇന്ന പർട്ടിക്കുലർ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ കാണാൻ വരൂ എന്നുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു മനോഭാവത്തിൽ നിന്ന് മാറണം. നമ്മൾ എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും അറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും, ഇപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ, നുണപ്രചരണങ്ങളൊക്കെ പൊളിച്ചടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ എൻ്റെ ചില നിലപാടുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാ കമന്റും ഞാനിന്ന് വായിക്കാറുണ്ട്. ചില കമന്റുകൾക്ക് അടിസ്ഥാനത്തിൽ ചില വീഡിയോകൾ ഞാൻ പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റ് പോലും ആക്കി വെച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് അറിയാം. അത് ഈ ചാനൽ, ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചില എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻ്റെ സ്വയം താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടാം. എന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഒരു തരത്തിലുള്ള തടസ്സങ്ങളും അതിലില്ല. കാരണം ഞാൻ നിങ്ങളിൽ ഒരാളാണ്. ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ശബ്ദം ഉയർത്താറുണ്ട്. പല ആളുകളും പറയാറുണ്ട്, ബ്രോ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ, നിങ്ങൾ ഇങ്ങനൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. നമുക്ക് വേണ്ടി തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പല വിഷയങ്ങളിലും ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിലപാട് ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ല. കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സന്ദീപ് എടപ്പാൾ എന്നാണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരാൾ തന്നെയാണ്. എല്ലാവരും സഹായിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഊർജ്ജം ഉണ്ടാവും അതിന്. കാരണം ഞാൻ 24 hours ഇപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റുള്ള ജോലിയും മറ്റും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. പല ആളുകളും എന്നെ സമീപിക്കലുണ്ട്. പല വിഷയങ്ങളിലും ഞാൻ പല ആളുകളെ സഹായിക്കാൻ ചെല്ലുന്നുണ്ട്. അതൊക്കെ എനിക്ക് വലിയൊരു സന്തോഷം തരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളൊരാളായിട്ട് ജനങ്ങളെ സഹായിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ നേരുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള വർഗീയ വിഷയങ്ങൾ, എന്തെങ്കിലും വിഷയങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേച്ചൊട്ടിച്ചിരിക്കും. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒരു മാനദണ്ഡങ്ങളും ഇല്ല. എല്ലാം നമുക്ക് ഈ ഇന്ത്യക്ക് കീഴിലുള്ള ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മൗലികാവകാശമാണ്. നമ്മൾ പരമാവധി ഉപയോഗിക്കുക ചെയ്യും. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.